GR ഇന്ദുഗോപന്റെ നോവലായിട്ടുള്ള വിലായത്ത് ബുദ്ധനെ ഇൻസ്പയർ ചെയ്ത മലയാളം മൂവിയാണ് വിലായത്ത് ബുദ്ധ. ഈ ഒരു മൂവി ഡയറക്ട് ചെയ്തിരിക്കുന്ന ജയൻ നമ്പ്യാരാണ്. ജയൻ വന്നിട്ട് സച്ചിയുടെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു അയ്യപ്പനും കോശിയിലൊക്കെ. അയ്യപ്പനും കോശിയുടെ ഷൂട്ടിംഗ് ടൈമിൽ തന്നെ ഈ ഒരു മൂവി അനൗൺസ് ചെയ്തതായിരുന്നു. ഇത് സച്ചി ചെയ്യാൻ വെച്ചിരുന്ന പ്രോജക്റ്റ് ആയിരുന്നു. ആൻഡ് സിനിമയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ സിനിമ എനിക്കൊരു ഓക്കെ ഫീൽ ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു, കണ്ടിരിക്കാൻ പറ്റുന്ന എലമെന്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ കൂടുതലും കുറച്ച് ഡ്രോബാക്സ് ആയിരുന്നു മൂവിയിൽ. ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ മൂവിയുടെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കൊള്ളാം, ക്യാരക്ടേഴ്സും പെർഫോമൻസും അതിന്റെ ഒരു എക്സിക്യൂഷനും ഓവറോൾ മൂവിയുടെ മേക്കിംഗ് എല്ലാം കൊള്ളാം. പക്ഷെ ആ ഒരു മൂവിയുടെ സ്ക്രീൻ പ്ലേ ഉണ്ടല്ലോ ഭയങ്കര ഡൗൺ ആയിട്ടാണ് എനിക്ക് ഫീൽ ആയത്. കാരണം ഈ സിനിമയുടെ റൺ ടൈം എനിക്ക് 2 മണിക്കൂർ 50 മിനിറ്റ് എന്തോ ഉണ്ട്. ഭയങ്കര വലിയ സിനിമയാണ്, പക്ഷെ അത്രയും ഒരു റൺ ടൈമിൽ കൊണ്ടുവന്ന സ്റ്റോറി ഇല്ല. ഒരു പോയിന്റ് കഴിയുമ്പോൾ സിനിമയുടെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, പിന്നെയും വലിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ് സിനിമയുടെ എൻഡ് വരെ. സോ മൂവിയുടെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഡബിൾ മോഹൻ എന്നൊരു ക്യാരക്ടർ ഉണ്ട്. പുള്ളിക്കാരന്റെ ജോലി എന്ന് പറയുന്നത് ചന്ദനക്കടത്തും പരിപാടിയൊക്കെയാണ്. ചന്ദനങ്ങൾ ഇഷ്ടപ്പെട്ട പൈസ കൊടുത്ത് അങ്ങ് വാങ്ങും, അല്ലെങ്കിൽ അടിച്ചുകൊണ്ട് വരും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് പുള്ളിക്കാരൻ. ഒരു പോയിന്റ് കഴിയുമ്പോൾ പുള്ളിക്കാരന്റെ കണ്ണിൽ പെടുന്ന ഒരു ചന്ദനമാണ് ഈ വിലായത്ത് ബുദ്ധ എന്ന് പറയുന്നത്. വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞ ചന്ദനത്തിൽ തന്നെ ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ചന്ദനമാണ്. ഈ ബുദ്ധ പ്രതിമയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര റെയർ ആണ് ഇങ്ങനത്തെ ചന്ദനമൊക്കെ കാണാനായിട്ട്. സോ ആ ഒരു ചന്ദനത്തിന് വേണ്ടി നടത്തുന്ന ഫൈറ്റ് ആണ് സിനിമ സംസാരിക്കുന്നത്. മറ്റുള്ള ചന്ദനത്തിന് പോലെ അത്ര ഈസി അല്ല ഇത് പൊക്കിക്കൊണ്ട് വരുവാന്ന് പറയുന്നത്. ഷമി തെലുങ്കിന്റെ വീടിന്റെ പരിസരത്താണ് ഈ ചന്ദനമാരെ നിൽക്കുന്ന. പുള്ളിക്കാരൻ കൊടുക്കത്തുമില്ല. സോ ഇവർ തമ്മിലുള്ള ഒരു ക്ലാഷ് ആണ് സിനിമയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ക്ലാഷ് ആണ്, അല്ലാതെ ഒരു ഈഗോ. നമ്മൾ അയ്യപ്പനും കോശിയിലും കണ്ടതുപോലെയും ഡ്രൈവിംഗ് ലൈസൻസ് കണ്ടതുപോലെയും രണ്ട് ക്യാരക്ടേഴ്സ്, രണ്ട് പവറിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു പക്ക ഈഗോ അല്ല സിനിമ സംസാരിക്കുന്ന. സച്ചിയാണ് ഈ സിനിമ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ രണ്ട് ക്യാരക്ടേഴ്സിന്റെ ഈഗോ മെയിൻലി എടുത്ത് ബൂസ്റ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു ലെവലിൽ സിനിമ കൊണ്ടുപോയി അടിപൊളി എക്സ്പീരിയൻസ് തന്നേനെ. പക്ഷെ ഒരു പോയിന്റ് കഴിയുമ്പോൾ സിനിമ ആ ഒരു ട്രാക്കിലോട്ട് പോകുന്നുണ്ടെങ്കിൽ അത്ര വലിയൊരു ഈഗോ ക്ലാഷോ അല്ലെങ്കിൽ രണ്ട് ക്യാരക്ടേഴ്സിൽ ഒരാൾ നമ്മൾ സപ്പോർട്ട് ചെയ്ത് മറ്റൊരാൾ വീഴണം എന്ന് നമുക്ക് തോന്നുന്ന രീതി ഉണ്ടല്ലോ, അങ്ങനൊന്നും ആയിരുന്നില്ല. അയ്യപ്പനും കോശിയായാലും ഡ്രൈവിംഗ് ലൈസൻസ് ആയാലും രണ്ട് ക്യാരക്ടേഴ്സും ഈഗോയായിട്ട് വാല്യൂ എടുത്ത് ആ ഒരു ഈഗോ മെയിൻലി ബൂസ്റ്റ് ചെയ്ത് അത് ഭയങ്കര രീതിയിൽ പ്രൊജക്ട് ചെയ്താണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൽ അങ്ങനെയൊന്നും എനിക്ക് ഇവിടെ ഫീൽ ആയില്ല. ഒരു ക്ലാഷ് വരുന്നുള്ളൂ രണ്ട് ക്യാരക്ടേഴ്സിന്റെ പിടിവാശിയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അതിന്റെ അപ്പുറത്തേക്ക് ഭയങ്കര ഈഗോ ബൂസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു എലമെന്റിനെ പ്രൊജക്ട് ചെയ്ത് എവിടെയും കാണിക്കുന്ന പോലെ എനിക്ക് തോന്നിയില്ല. ഈ ഒരു മൂവിയിൽ ഈ ഒരു ഇവന്റിന് തൊട്ട് മുമ്പ് നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ ചന്ദനം ഈ ഷമി തെലങ്കിന്റെ ക്യാരക്ടർ വിട്ടുകൊടുക്കത്തില്ല. ഡബിൾ മോഹൻ വിട്ടുകൊടുക്കാത്തതിന് ഒരു റീസൺ ഉണ്ട്. അത് ഷമി തെലങ്കിന്റെ ക്യാരക്ടർ ഓഫ് ലൈഫിൽ ഫേസ് ചെയ്യുന്ന ഒരു കുറച്ച് ഇവന്റ് ഉണ്ട്. ഭയങ്കര ഡിസ്കസ്റ്റിംഗ് ആണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു അറപ്പ് തോന്നും. കാരണം അത്ര ഡെപ്ത് ആയിട്ടാണ് ആ ഒരു സീക്വൻസ് അവർ എടുത്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും ആ ക്യാരക്ടർ എന്താണ് ഫീൽ ചെയ്യുന്നത്, ആ ക്യാരക്ടറിന്റെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ അയാൾ എന്ത് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്, അയാൾക്ക് വേറെ സൊല്യൂഷൻസ് ഇല്ല, ഈ ഒറ്റ സൊല്യൂഷൻസ് മാത്രമേ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് അയാളെ മൈൻഡിൽ. ആ ഒരു സീൻ ഭയങ്കര ഡിസ്കസ്റ്റിംഗ് ആണ്. കുറച്ച് അറപ്പൊക്കെ തോന്നും പല ഏരിയാസിലും, പക്ഷെ നല്ല രീതിക്ക് തന്നെ അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു സീൻ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഭയങ്കര ഡെപ്ത് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു സിറ്റുവേഷൻസും അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന ഇവന്റ്സ് ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതിന്റെ റീസൺ, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ എന്തുകൊണ്ടാണ് ഇത്ര പിടിവാശി കാണിക്കുന്നത്, ആ ഒരു ചന്ദനവനത്തിന് വേണ്ടി അയാൾ എന്തുകൊണ്ടാണ് ഇത്രയും ഫൈറ്റ് ചെയ്യുന്നത്, നമുക്ക് ആ ഒരു ഒറ്റ സീൻ കൊണ്ട് മനസ്സിലാവും. ഇതാണ് സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത്. നോവൽ വായിച്ചിട്ടുള്ളവർക്ക് ഓൾറെഡി അറിയാം, അല്ലെങ്കിൽ സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് പ്രിഡിക്റ്റബിൾ ആണ്. സിനിമ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എവിടെ പോയി നിൽക്കും എന്നൊക്കെ. ഈ ഒരു മൂവിയുടെ ആക്ച്വൽ സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു വേൾഡ് ബിൽഡകത്ത് നമ്മൾ എത്തുന്നത് തന്നെ സിനിമയുടെ ഒരു ഇന്റർവെലിന് തൊട്ട് മുമ്പാണ്. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് മുമ്പാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റോറി തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവരെ ഒരുപാട് എലമെന്റ്സ് ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മളിങ്ങനെ കാണിച്ച് കുറെ സിറ്റുവേഷൻസ് പറഞ്ഞു പോകുന്നതല്ലാതെ ഒരു ഡെപ്ത് ഇല്ല, അല്ലെങ്കിൽ നമ്മൾ സിനിമ കാണുമ്പോൾ ഒരു എൻഗേജിങ് ഫീൽ എവിടെയും കിട്ടുന്നില്ല. ഇത് എന്റെ ഒപ്പീനിയൻ ആണ് പറയുന്നത്. ആ ഒരു ഇന്റർവെലിന് തൊട്ട് മുമ്പ് വരെ എനിക്കൊരു നോർമൽ ഫേസിലാണ് സിനിമ പോയത്. ആൻഡ് ആ ഒരു സെക്കൻഡ് ഹാഫിന് ശേഷം സിനിമ ഒരു ഹൈ മൂവ്മെന്റിൽ കയറുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ക്യാരക്ടേഴ്സിന്റെ പ്രസന്റേഷൻ ആയാലും അവരുടെ പെർഫോമൻസ് ആയാലും ആ സീന്റെ എക്സിക്യൂഷൻ ആയാലും ആ ഒരു ഹൈ മൂവ്മെന്റ്സ് പല ഏരിയയിലും ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് ഒന്നും കൂടി ഡൗൺ ആയി. ഒരു ഹൈ ആൻഡ് ലോ മൂവ്മെന്റ്സ് പല ഏരിയസിൽ വന്നു പോകുന്നുണ്ട്. ത്രൂ ഔട്ട് ദ മൂവി ഭയങ്കര എൻഗേജിംഗ് ആയിട്ടുള്ള ഭയങ്കര ഗ്രിപ്പ് ആയിട്ടുള്ള ഒരു മൂവി ആയിട്ടൊന്നും എനിക്ക് ഫീൽ ആയില്ല. ഈ രണ്ട് ക്യാരക്ടേഴ്സിന്റെ ക്ലാഷും അവരുടെ ഇവന്റ്സ് ഒക്കെ സംസാരിച്ച് പോകുന്നതിന്റെ അപ്പുറത്തേക്ക് ആ സ്ക്രീൻ പ്ലേ കുറച്ച് വീക്ക് ആയിരുന്നു. കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എങ്ങോട്ടാ പോകുന്നത്, എന്താണ് നടക്കാൻ പോകുന്നതൊക്കെ. ഒരു പോയിന്റ് വരെ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ട്. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് ആ സിനിമയുടെ റൺ ടൈം തികയ്ക്കാനായിട്ട് ഈ കാണിച്ച കാര്യങ്ങൾ തന്നെ കാണിച്ച സിറ്റുവേഷൻസ് തന്നെ പിന്നീട് റിപ്പീറ്റ് ആയിട്ട് ഒരുപാട് വരുന്നുണ്ട്. അത് പക്ഷേ ശരിക്കും ബോറായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ 2.5 മണിക്കൂർ പ്ലസ് എന്ന് പറഞ്ഞാൽ റൺ ടൈം ട്രിം ചെയ്ത് കുറച്ചും കൂടി ചെറുതായിരുന്നെങ്കിൽ ഒരു 2.5 മണിക്കൂറോ 2 മണിക്കൂർ 20 മിനിറ്റോ 30 മിനിറ്റിലൊക്കെ ആയിരുന്നെങ്കിൽ ആ ഒരു സ്റ്റോറി കുറച്ചുകൂടി എൻഗേജിംഗ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് പോയേനെ. ഇത് ഒരു പോയിന്റ് കഴിയുമ്പോൾ സ്റ്റോറി പിന്നീട് ഇല്ല. ഈ കാര്യങ്ങൾ എങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. പിന്നീട് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു ഡെപ്തോ അല്ലെങ്കിൽ ഒരു എൻഗേജിംഗ് ഫീൽ എവിടെ ഇല്ല. ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ക്യാരക്ടേഴ്സും അവരുടെ ഫൈറ്റും അവരുടെ സിറ്റുവേഷൻസും ഇമോഷൻസും എല്ലാം ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ ഒന്നിനും ഒരു ഡെപ്ത് അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ ഓക്കെ ഇത് ഇവിടെ നടക്കണം അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ ആപ്റ്റ് ആണെന്ന് നമുക്ക് തോന്നത്തില്ല. ചുമ്മാ കുറെ കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എസ്പെഷ്യലി സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ വന്നപ്പോൾ ഞാൻ ഓക്കെ ഫൈൻ എന്ന് തോന്നി. കാരണം നമുക്ക് ആ ഒരു ഫീൽ ഇല്ല. ഓക്കെ അവിടെ ഒരു ഫൈറ്റ് നടക്കുന്ന അല്ലെങ്കിൽ അവിടെ ഒരു സിറ്റുവേഷൻ വരുന്ന അതിന്റെ ഒരു ഫീലോ അല്ലെങ്കിൽ അതിന്റെ ഡെപ്തോ അല്ലെങ്കിൽ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, കുറച്ച് ഫൈറ്റ് നടക്കുന്നുണ്ട്, കുറെ ക്യാരക്ടേഴ്സ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, കുറച്ച് സിറ്റുവേഷൻ നടക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു ഡെപ്ത് അല്ലെങ്കിൽ ആ ഒരു എൻഗേജിംഗ് ഫീൽ ഇത്രയോടത്ത മൂവിയിൽ എവിടെയും നിലനിർത്തതായിട്ട് എനിക്ക് തോന്നിയില്ല. കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം ഒരു എൻഗേജിംഗ് മൂവ്മെന്റ് വന്നിട്ടുണ്ട്, ഒരു ഹൈ മൂവ്മെന്റ് വന്നിട്ടുണ്ട്, ഒരു പക്ക ആക്ഷൻ മെറ്റീരിയൽ ആയിട്ട് പല ഏരിയസിന് തോന്നിയെങ്കിലും ത്രൂ ഔട്ട് ദ മൂവിയിൽ അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് ഇല്ലായിരുന്നു. ഒരു എന്താ പറയാ എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു കിടിലം ആക്ഷൻ മൂവി ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ആക്ഷൻസ് ഒക്കെ വളരെ കുറവാണ്, ആകെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ ഉള്ള കാര്യങ്ങളൊക്കെ നൈസായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഒരു ചേസിങ്ങും കാട്ടിനകത്ത് നടക്കുന്ന ഒരു ഫൈറ്റും പരിപാടി അതൊക്കെ കൊള്ളാം. ബാക്കിയൊക്കെ ഒരു ഓക്കെ ഫീൽ ആയിരുന്നു. ഒരു എൻഗേജിംഗ് ഫീൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ സിനിമ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് ഒരു നോർമൽ ഫേസ് ആണ് എനിക്ക് തോന്നിയത്. ചില
ഏരിയാസിൽ മാത്രം സിനിമ ഒന്ന് ഹൈ മൂവ്മെന്റ് ആവുന്നുണ്ട്, ഹൈ എലമെന്റ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്, പിന്നീട് അതുപോലെ ഡൗൺ ആവും, പിന്നീട് ചെറുതായിട്ടൊന്ന് ഹൈ മൂവ്മെന്റിൽ പോകും, പിന്നീട് ഡൗൺ ആവും. അങ്ങനെയാണ് എനിക്ക് പല ഏരിയാസിലും തോന്നിയത്. ആൻഡ് ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് വരുമ്പോൾ എല്ലാവരുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി എടുത്തു പറയുകയാണെങ്കിൽ ഷമ്മി തിലകൻ, എന്റെ മോനെ കിഡില പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. പുള്ളിക്കാരന്റെ ഒരു സിംഗിൾ ഷോട്ട് ആയിട്ട് വരുന്നുണ്ട്, കിഡിലം എന്നൊക്കെ പറഞ്ഞാൽ കിഡിലായിരുന്നു. ഒരു ചന്ദന മരമൊക്കെ നോക്കി പുള്ളിക്കാരൻ പറയുന്ന ഡയലോഗ്സ്, ആ ഒരു സീനിലെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ആ ഒരു സീനിൽ മാത്രമല്ല, ഒരു എൻറ്റയർ മൂവിൽ പുള്ളിക്കാരന്റെ പെർഫോമൻസ് ടോപ്പ് നോച്ച് ആയിരുന്നു. ആൻഡ് അതുപോലെ തന്നെ പൃഥ്വിരാജ് നൈസ് എന്നൊക്കെ പറഞ്ഞാൽ കിഡിലം പെർഫോമൻസ് ആണ്. പുള്ളിക്കാരൻ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് പുള്ളിക്കാരൻ പക്കായിട്ടാണ് ആ ഒരു എൻറ്റയർ മൂവിൽ പെർഫോമൻസ് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സിനിമയിലെ ക്യാരക്ടേഴ്സ് അതുപോലെ തന്നെയാണ്. അവരുടെ ക്യാരക്ടർ എന്താണോ അതിനുള്ള പെർഫോമൻസ് അവർ ചെയ്തിട്ടുണ്ട്. ചില ക്യാരക്ടേഴ്സ് മാത്രം എനിക്ക് വർക്കായില്ല, അതായത് ഒരു ആവശ്യമില്ലാത്ത പോലെ സീനിൽ വന്ന പോലെ തോന്നി കുറച്ച് ക്യാരക്ടേഴ്സ്. ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും അവരുടെ പെർഫോമൻസും പ്ലേസ്മെന്റും എല്ലാം നൈസ് ആയിരുന്നു. ആൻഡ് ബാക്കിയുള്ള ടെക്നിക്കൽ സൈഡ് നോക്കുവാണെങ്കിൽ എല്ലാം കൊള്ളാം. സിനിമാറ്റോഗ്രഫിയിലും കളറിംഗ് ആയാലും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. എസ്പെഷ്യലി സിനിമാറ്റോഗ്രഫി അടിപൊളിയായിരുന്നു. പല ഫ്രെയിംസ് നല്ല കിടിലായിരുന്നു കാണാനായിട്ട്. ആൻഡ് കളറിംഗ് ആയാലും കൊള്ളാം. ആൻഡ് CGI വർക്ക്സ് കുറച്ച് ഏരിയയിൽ വരുന്നുണ്ടെങ്കിലും വലിയ രീതിയിൽ ബോറടിപ്പിക്കുന്നില്ല, കുഴപ്പമില്ലാത്ത ഒരു CGI വർക്കൊക്കെ നല്ല രീതിക്ക് തന്നെ വർക്ക് ആയിട്ടുണ്ട്. ആൻഡ് ഈ മൂവിയുടെ നെഗറ്റീവ് സൈഡ് അല്ലെങ്കിൽ എനിക്ക് ഒട്ടും വർക്കാവാത്ത ഒരു സൈഡ് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. അതിൽ ഒന്നെന്ന് പറയുന്നത് എഡിറ്റിംഗ് ആണ്. എനിക്ക് എഡിറ്റ് ചെയ്ത ആളോട് പറയാനുള്ള ബ്രോ ഒറ്റ കാര്യമുള്ളൂ, ആവശ്യമില്ലാത്ത ഷോർട്സ് എടുത്ത് കളഞ്ഞേക്കണം. ചുമ്മാ ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞ് എടുത്ത് വെക്കരുത്, കാരണം അതിന്റെ ആവശ്യമില്ല. നമ്മൾ കാണുന്ന സിനിമയാണ് ആ ഒരു ഫീൽ ഇല്ലാതാക്കും. ആൻഡ് മേക്കപ്പിന്റെ കാര്യം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഷോക്കായിട്ട് തോന്നി. ഈ സ്കിൻ ടോൺ ഇല്ലേ, അതായത് പൃഥ്വിരാജിന്റെ കളർ എന്താണെന്ന് അറിയാം, മറ്റുള്ള ക്യാരക്ടേഴ്സിന്റെ കളേഴ്സ് എന്താണെന്ന് നമുക്ക് അറിയാം. ഈ കളർ കൂട്ടാനും കുറയ്ക്കാനൊക്കെ വേണ്ടി ചെയ്തിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അതായത് പണ്ട് നാടകത്തിനൊക്കെ കരിവാരി തേക്കത്തില്ല, നാടകമല്ല, പണ്ട് നമ്മള് സ്കൂൾ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ അവന്റെ കരിയും കാര്യങ്ങളൊക്കെ വായിക്കി തേച്ച് കളർ മാറ്റത്തില്ല, അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എസ്പെഷ്യലി പൃഥ്വിരാജിന്റെ ഒരു കളർ ടോൺ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഈ ഒരു ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യണ ആ ഒരു മരവെട്ടുകാരൻ അല്ലെങ്കിൽ ചന്ദന കടത്തുകാരൻ അല്ലെങ്കിൽ കാട്ടിന്റെ അകത്ത് ജീവിക്കുന്ന ഒരാളുടെ കളർ ടോൺ ഇങ്ങനെ ആയിരിക്കണമെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിട്ട് ചെയ്യാറ്. ഇതൊരുമാതിരി ഇത് ഓരോ ഷോട്ട് കഴിയുന്നതോറും കറുപ്പും ചുവപ്പും കൂട്ടി അടിച്ചതുപോലെയാണ് ഒരു ഫീൽ ആയത്. പല ഏരിയാസിലും മൂപ്പയുടെ കളർ നമുക്ക് അറിയുന്നുണ്ട്, തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതായത് ഒരു ബ്ലാക്ക് അല്ല, ഭയങ്കര ബ്രൗണിഷ് ആയിട്ടുള്ള കളർ, അതായത് പുള്ളിക്കാരൻ ഭയങ്കര കറുപ്പാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. അതായത് പുള്ളിക്കാരൻ മരവെട്ടുകാരനാണ്, കാട്ടിലാണ് എപ്പോഴും നടക്കുന്നത്, അതുകൊണ്ട് തന്നെ ഭയങ്കര ടാനൊക്കെ ഫേസിലുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഭയങ്കര ഷോക്കായിട്ട് എനിക്ക് തോന്നി. അത് പൃഥ്വിരാജ് മാത്രമല്ല, മറ്റുള്ള മിക്ക ക്യാരക്ടേഴ്സിന്റെയും മേക്കപ്പ് എനിക്ക് അത്രയ്ക്കും വർക്കായില്ല. ആൻഡ് ഓവറോൾ സിനിമയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരു ഓക്കെ മൂവിയാണ്, കണ്ടിരിക്കാൻ പറ്റിയ ഒരു മൂവി തന്നെയാണ്. അത്ര മോശമൊന്നും ഞാൻ പറയുന്നില്ല. ആ ഒരു മൂവിയുടെ സ്റ്റോറി ടെല്ലിംഗ് ആയാലും ക്യാരക്ടേഴ്സ് ആയാലും വേൾഡ് ബിൽഡ് ആയാലും എല്ലാം നൈസായിട്ട് തന്നെ അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു മൂവിയുടെ സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ ആ ഒരു മൂവിയുടെ എൻഗേജിംഗ് എലമെന്റ് പല ഏരിയാസും ഡൗൺ ആയതുപോലെ എനിക്ക് തോന്നി. സോ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. ഞാൻ ഈ പറഞ്ഞ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.